ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന്. വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യാവശ്യത്തിന് പ്രത്യേക വിഭാഗം രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതുമൂലം കോഴിക്കോട് സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് സമാപനമായി. പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിന് പുറത്ത് തീയതിയും സമയവും പതിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലകളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യതലസ്ഥാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. കർത്തവ്യപഥിൽ മറ്റന്നാൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നാരീശക്തിക്കും വികസിത ഭാരതത്തിനും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റന്നാൾ രാവിലെ 9-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. സായുധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കുതിര പോലീസ്, NCC, സ്കൌട്ട്സ് എന്നിവർ ചടങ്ങിൽ അഭിവാദ്യം അർപ്പിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലകളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമാവും. മാർച്ച് 27 വരെ നീളുന്ന സമ്മേളനത്തിൽ 32 ദിവസമാണ് സഭ ചേരുന്നത്. ജനുവരി 29, 30, 31 തീയതികളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. ഫെബ്രുവരി 6 മുതൽ 11 വരെയുള്ള തീയതികളിൽ സമ്മേളനം ഉണ്ടാകില്ല. 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യാവശ്യത്തിന് പ്രത്യേക വിഭാഗം രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കും. സംസ്ഥാനത്ത് വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നവകേരള സദസ്സിൽ പല വ്യവസായ സംഘടനകളും ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിനും മന്ത്രിസഭ പുതുക്കിയ ഭരണാനുമതി നൽകി. 112 ഭവനങ്ങളും 2 അംഗൻവാടികളും ഉൾപ്പെടുന്നതാണ് സമുച്ചയം. സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ അനുവദിക്കുന്നതിനുള്ള വാർഷിക വരുമാന പരിധി 24,000 രൂപയിൽ നിന്ന് 48,000 ഉയർത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29-ന് നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇക്കുറി 2,26,00,000 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് സമാപനമായി. 7 കോടിയിലധികം രൂപയുടെ വായ്പ പരിപാടിയിലൂടെ വിതരണം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ നടത്തിയ വികസിത് ഭാരത് സങ്കല്പ യാത്ര സാധാരണക്കാർക്ക് അവിസ്മരണീയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. വിവിധ കേന്ദ്ര പദ്ധതികൾ പ്രകാരം 7 കോടിയിലധികം രൂപയുടെ വായ്പകളാണ് വിവിധ ബാങ്കുകൾ വിതരണം ചെയ്തത്. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം 3000-ഓളം പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ചു. 20,000-ഓളം പേർ പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വമെടുത്തു. നഗരപരിധിയിൽ ചെങ്ങന്നൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര ചേർത്തലയിൽ സമാപിച്ചു. 73 ഗ്രാമപഞ്ചായത്തിലും യാത്രയെത്തി. മാരാരിക്കുളത്ത് നിന്ന് ആരംഭിച്ച യാത്ര പാണ്ടനാട് സമാപിച്ചു. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ വരവേൽപ്പാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ലഭിച്ചത്. വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ താനൂർ, ചിറമംഗലം, ചെമ്മാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ഇതോടെ ജില്ലയിൽ യാത്രയുടെ പര്യടനം പൂർത്തിയായി. തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലായിരുന്നു ഇന്നത്തെ പര്യടനം. വല്ലച്ചിറ പഞ്ചായത്തിലെ പരിപാടിയോടെ തൃശൂർ ജില്ലയിലെ പര്യടനം നാളെ പൂർത്തിയാകും. ഇടുക്കിയിൽ ആലക്കോട്, കരിമണ്ണൂർ പഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം നടന്നത്. പത്തനംതിട്ട നഗരസഭയിലെ 2 ഇന്ന് പര്യടനം നടന്നു.
കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതുമൂലം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഭിന്നശേഷിക്കാരനായ പാപ്പച്ചൻ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നു. കേസിൽ തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്, കോഴിക്കോട് കളക്ടർ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് കേസിൽ എതിർകക്ഷികൾ. പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിന് പുറത്ത് തീയതിയും സമയവും ഉൾപ്പെട്ട ലേബലോ സ്റ്റിക്കറോ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി. പ്രത്യേക കർമ്മസേനയുടെ നേതൃത്വത്തിൽ 791 സ്ഥാപനങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ 114 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് നൽകി. ഗുരുതര നിയമലംഘനം കണ്ടെത്തിയ 6 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചതായും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പട്ടികവർഗ യുവജന സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ യുവജന സംഘത്തെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നാളെ രാവിലെ അഭിസംബോധന ചെയ്യും. പരിപാടിയുടെ സമാപന സമ്മേളനം 3 മണിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ സംഘാംഗങ്ങൾക്ക് ചായസൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. ഒഡീഷ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ 200 യുവതീ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്ര ഈ മാസം 27-ന് കാസർഗോഡ് ആരംഭിക്കും. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ താളിപ്പടുപ്പ് മൈതാനത്ത് യാത്ര ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 27 വരെ വിവിധ ജില്ലകളിലൂടെ കടന്നുപോകുന്ന പദയാത്ര പാലക്കാടാണ് സമാപിക്കുക. തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഓരോ ദിവസവും വിവിധ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര നേതാക്കളുമാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ അംഗമാവാനുള്ള അവസരം പദയാത്രയിൽ ഒരുക്കും. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും പോലീസിന് മുന്നിൽ ഹാജരാകാൻ ഗൺമാൻമാർ ഇതുവരെ തയ്യാറാകാത്തത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടാതെ കോഴിക്കോട് ഭിന്നശേഷിക്കാരനായ വ്യക്തി ആത്മഹത്യ ചെയ്തത് ദയനീയമായ സംഭവമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള UDF അനുകൂല സംഘടനകളുടെ പണിമുടക്കിന് സമ്മിശ്ര പ്രതികരണം. ചിലയിടങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ ഹാജരിൽ കുറവുണ്ടായി. ഭരണപക്ഷ അനുകൂല ജീവനക്കാർ ജോലിക്കെത്തി. അവശ്യ സർവീസുകൾ തടസ്സമില്ലാതെ നടന്നു. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയവരും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ എറണാകുളത്ത് നടക്കും. തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പിന്റെ സ്വീപ് ഐക്കണും ആയ ടോവിനോ തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 690 പോയിന്റ് ഉയർന്ന് 71,060-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 215 പോയിന്റ് നേട്ടത്തിൽ 21,454-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 46,240 രൂപയും ഗ്രാമിന് 5,780 രൂപയുമാണ് ഇന്നത്തെ വില. 2024 റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള 20 വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. പ്രത്യേക ക്ഷണിതാക്കളായാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഥകളിമേള ആചാര്യൻ ആയാങ്കുടി കുട്ടപ്പമാരാർ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തിരുവല്ല മതിൽ ഭാഗത്തെ വീട്ടിൽ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കം. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന്. വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗം രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതുമൂലം കോഴിക്കോട് സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് സമാപനമായി. പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിന് പുറത്ത് തീയതിയും സമയവും പതിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.